ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ മഞ്ഞളി കാസയിലെ റോയ് ചേട്ടൻ്റെ സ്പെഷ്യൽ എഗ് ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാരപ്പെട്ട പണിയാണ്, സമയമെടുക്കുന്ന പരിപാടിയുമാണ്. പക്ഷേ ആളെ സംബന്ധിച്ച് പെട്ടെന്ന് തന്നെയാണ്, പറഞ്ഞ നേരം കൊണ്ട് ഫ്രൈഡ് റൈസ് ഞങ്ങളുടെ മുമ്പിലെത്തി. അതിനായിട്ട് സബോള ആദ്യം തന്നെ ചെറിയ ക്യൂബ് സൈസായിട്ട് കട്ട് ചെയ്തു, പിന്നീട് ക്യാപ്സിക്കം, പിന്നെ ബീൻസ്, അതിനുശേഷം ക്യാരറ്റ്, എല്ലാം തന്നെ ചെറിയ ക്യൂബ് സൈസ് ആയിട്ടാണ് കേട്ടോ ചേട്ടൻ അരിഞ്ഞത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ചൈനീസ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസ് ഒക്കെ മിക്കവാറും ക്യൂബ് സൈസിലാണ് അരിയുന്നതെന്നാണ് പറഞ്ഞത്. അതിനുശേഷം സ്പ്രിങ് അനിയൻസ് എടുത്തു, അതും ചെറിയ ചെറിയ വട്ടത്തിൽ ചെറിയ പീസസ് ആക്കി അരിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സാലറീസിൻ്റെ ചെറിയൊരു പോർഷൻ എടുത്തു, അതും ചെറിയ പീസാക്കി അരിഞ്ഞു വെച്ചു. അതിനുശേഷം 3-4 അല്ലി വെളുത്തുള്ളി അതെടുത്തിട്ട് അതും ക്യൂബ് സൈസായിട്ട് അരിഞ്ഞു വെച്ചു. സോ ഇതെല്ലാം ഫസ്റ്റ് അരിഞ്ഞ് സെപ്പറേറ്റ് ആക്കി വെച്ചു. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇതുണ്ടാക്കാനുള്ള പാൻ ചൂടാക്കലാണ്. അതിനു വേണ്ടി സ്റ്റൗ ഓൺ ചെയ്ത് പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിക്കണം. പിന്നെ ഇവിടെ ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടുത്തെ ഓയിൽസ് എല്ലാം അവർ ഫ്രഷ് ഓയിൽസാണ് യൂസ് ചെയ്ത ഓയിൽ അവർ പ്രോപ്പറായിട്ട് ഡിസ്കാർഡ് ചെയ്യുന്നുണ്ട്. അത് പിന്നെയും ഉപയോഗിച്ച് വെക്കുന്നില്ല. ഫ്രഷ് ഓയിൽസ് എടുത്തിട്ടാണ് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം അവർ പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ ഓയിൽ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 2 മുട്ടയാണ് അവർ പൊട്ടിച്ചൊഴിച്ചത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ ചെറിയ പീസസ് ആയിട്ട് ആ എഗ്സ് സ്ക്രാമ്പിൾ ചെയ്യാൻ പാടില്ല. വലിയ പീസസ് ആയിട്ട് സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത വെജിറ്റബിൾസും ഈ എഗ്ഗും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ തീരെ ചെറിയ പീസസ് ആക്കാൻ പാടില്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണേ. അതിനുശേഷം സോൾട്ടും പെപ്പറും രണ്ടിൻ്റെയും പൊടികൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന ഫ്രൈഡ് റൈസിന് യൂസ് ചെയ്യുന്ന റൈസ്, അതേതായാലും കുഴപ്പമില്ല, ജീരകശാലയോ വലിയ റൈസ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്, ഇന്ത്യ ഗേറ്റിൻ്റെയൊക്കെ പോലെ. സോ റൈസ് മിക്സ് ചെയ്തിട്ട് അത് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടെ നല്ല രീതിയിൽ കമ്പൈൻ ചെയ്തതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, അതുപോലെ തന്നെ സോയാ സോസ്, ഈ 3 സോസും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്ലേവർ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫ്രൈഡ് റൈസ് റെഡിയായി മക്കളെ. സൂപ്പർ ടേസ്റ്റാണ്. അതെ, സ്പെഷ്യൽ. അടുത്ത ചടങ്ങ് ഇത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക എന്നുള്ളതാണ്.